സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കൃഷ്ണം ഭാസ്വൽകിരീടാംഗദവലയകലാഹൽപകൽപഹാരോദരാഘ്രിം ശ്രോണീഭൂതം സ്വവക്ഷോ മണിമകരമഹാകുണ്ടലാമണ്ഡിതാസ്യം അസ്തോദ്യശങ്കചക്രാംബുജഗദമമലം പീതകൗശേയവാസം വിദ്യുദ്ഭാസം സമുദ്യദ്ദിനകരസദൃശം പത്മസംസ്ഥം നമാമി. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സജ്ജനങ്ങളെ, മാരൻകുളങ്ങര ദേവീക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന 42ാമത് അഖില ഭാരത ശ്രീമദ് ഭാഗവത മഹാസത്രത്തിൻ്റെ 11ാം ദിവസമാണ് ഇന്ന്. ഇന്നത്തെ വിഷയാധിഷ്ഠിതമായിരിക്കുന്ന പ്രഭാഷണ പരമ്പരയുടെ ആരംഭമാണ്. ഇന്നത്തെ വിഷയം ഭിക്ഷുഗീത എന്ന ഏകാദശ സ്കന്ധത്തിലെ 23ാമത്തെ അധ്യായമാണ് പ്രഭാഷണ വിഷയം. ഏകാദശ സ്കന്ധം മുക്തിസ്കന്ധമായിട്ട് ജ്ഞാനികൾ ഗണിക്കുന്ന മഹത്തായിരിക്കുന്ന അധ്യായങ്ങൾ ഉൾപ്പെടുന്നതാണ്. ഏകാദശ സ്കന്ധത്തിലെ നമുക്കറിയാം ഉദ്ധവോപദേശം ആണ് വളരെ പ്രസക്തമായിരിക്കുന്ന പ്രതിപാദ്യ വിഷയം. 22ാമത്തെ അധ്യായത്തിൽ ഭഗവാന് ഓരോ വിഷയങ്ങളെപ്പറ്റി ഉപദേശം നൽകുന്നു. 22ാമത്തെ അധ്യായത്തിൻ്റെ അവസാനം നമുക്ക് കാണാം, ഉദ്ധവൻ ഭഗവാനോട് പറയുകയാണ്, യഥൈവമനുബുദ്ധ്യേയം വദതോ വദതാം വര സുദുസ്സഹമിമം മന്യേ ആത്മന്യസദതിക്രമം വിദുഷാമപി വിശ്വാത്മൻ പ്രകൃതിർഹി ബലീയസി ഹൃദേ ത്വദ്ധർമ്മനിരതാൻ ശാന്താംസ്തേ ചരണാലയാൻ. ഭഗവാനോട് അദ്ദേഹം പറയുകയാണ്, ഭഗവാനെ, ഈ ദുർജനങ്ങൾ ചെയ്യുന്ന ഉപദ്രവത്തെ സഹിക്കാൻ വളരെ പ്രയാസമാണ്. ആ പ്രയാസം എന്തുകൊണ്ടാണ് ഉണ്ടാകണമെന്ന് ചോദിച്ചാൽ, സ്വഭാവം അതിനെ സഹിക്കാൻ സമ്മതിക്കില്ല. പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങയെ സംബന്ധിച്ചാണെങ്കിൽ ഭഗവാനെ അവിടുത്തെ സേവിക്കുന്ന, അവിടുത്തെ ആരാധിക്കുന്ന പരമശാന്തരായിരിക്കുന്ന ചിലർക്ക് ചിലപ്പോൾ ആ ഉപദ്രവത്തെ സഹിക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷേ എന്നെ പോലെയുള്ളവർക്ക് ഈ ദുർജനങ്ങളിൽ നിന്നുള്ള ഉപദ്രവം എളുപ്പമാണ് എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഭഗവാനെ, അപമാനം സഹിക്കാനുള്ള ഉപായം മഹാത്മാക്കൾക്ക് പോലും എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ദുർജനങ്ങളിൽ നിന്നുള്ള ഉപദ്രവം അസഹ്യമാണ്. ദുർജനങ്ങളിൽ നിന്ന് ഉപദ്രവം മഹാത്മാക്കൾ പോലും അസഹ്യമായിട്ട് കാണുമ്പോൾ അതിനെന്താണ് പരിഹാരം? ബുദ്ധി കൊണ്ട് മനസ്സിനെ അടക്കണം എന്നൊക്കെ പറയുമെങ്കിലും എന്താണതിന് പരിഹാരമെന്ന് ചോദിക്കുകയാണ്. ആ ചോദ്യത്തോടു കൂടിയിട്ടാണ് ഭാഗവതം ഏകാദശ സ്കന്ധത്തിലെ 22ാമത്തെ അധ്യായം സമർപ്പിക്കുന്നത്. 23ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാം, ഭഗവാന് ഉദ്ധവന്റെ ചോദ്യത്തിന് അല്ലെങ്കിൽ ആ ഉദ്ധവന്റെ സംശയത്തിന് മറുപടി കൊടുക്കുകയാണ്. ബാർഹസ്പത്യ സവൈനാത്ര സാധുർവൈ ദുർജനേരിദേഹി ദുരുക്തൈർഭിന്നമാത്മാനം യ സമാധാതുമീശ്വര.
ബൃഹസ്പതിയുടെ ശിഷ്യനെ എന്ന് സംബോധന ചെയ്യുന്നു. ബൃഹസ്പതി ദേവഗുരുവാണ്. ദേവഗുരുവായിരിക്കുന്ന ബൃഹസ്പതി, പൂർവ്വജന്മത്തിൽ അദ്ദേഹം ബൃഹസ്പതിയുടെ ശിഷ്യനായിരുന്നു. ഭാഗവത്തിൽ കാണാം. ബൃഹസ്പതിയുടെ ശിഷ്യനായ അവനാണ് ബാർഹസ്പത്യ എന്ന് വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തോട് പറയുകയാണ്, ഏ ഉദ്ധവ, ഈ ദുർജനങ്ങൾ പറയുന്ന ദുർവാക്കുകൾ അതുപോലെ മർമ്മസ്ഥാനങ്ങളിൽ തട്ടിയ ബാണങ്ങൾ വേദനിപ്പിക്കില്ല എന്നാണ് പറയാം. അത്രയ്ക്ക് കഠോരമാണ് ദുർജനങ്ങൾ നമ്മളിൽ പ്രയോഗിക്കുന്ന വാക്കുകൾ. ആയുധപ്രയോഗമൊന്നും അത്രയ്ക്ക് നമ്മളെ വേദനിപ്പിക്കാറില്ല. സ്വാഭാവികമായിട്ടും വേദന ശരീരത്തിന് ഉണ്ടാകണത് വേണമെങ്കിൽ സഹിക്കാം, പക്ഷേ അത് മനസ്സിനുണ്ടായാൽ സഹിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് എന്താ വേണ്ടത്? ഒരു മാർഗം മാത്രമേ ഉള്ളൂ. ഭഗവാൻ പറയുകയാണ്, ഒരു മാർഗം മാത്രമേ ഉള്ളൂ. എന്താ മാർഗം? സ്വന്തം ശ്രമത്താൽ സകല ദ്വന്ദ്വങ്ങളെയും, ദുഃഖത്തെ അല്ലെങ്കിൽ അപമാനത്തെ, ഇതിനെ സഹിക്കണമെങ്കിൽ എന്താ മാർഗം എന്ന് വെച്ചാൽ അതിന് മറ്റാരെയും സഹായം ഉണ്ടായാൽ പറ്റില്ല. ഒരു മാർഗം മാത്രമേ ഉള്ളൂ. സ്വന്തം ശ്രമത്താൽ മനസ്സിനെ നിയന്ത്രിക്കുക. ഇത് മാത്രമാണുള്ളത്. സമാനമായ ഒരു ഭാവം നമുക്ക് ഗീതോപദേശ സന്ദർഭത്തിൽ കാണാം. മനസ്സിനെ എങ്ങനെയാണ് ജയിക്കേണ്ടത് എന്ന് അർജുനൻ ചോദിക്കുമ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, അഭ്യാസവും വൈരാഗ്യവും അല്ലാതെ മറ്റൊരു മാർഗമില്ല. അല്ലാതെ മറ്റു ഉപാധികളൊന്നുമില്ല. ഇപ്പം ഇവിടെ മനസ്സിനെ, ദ്വന്ദ്വങ്ങളെ, അപമാനത്തെ അല്ലെങ്കിൽ ഉണ്ടാകുന്ന മാനസികമായിരിക്കുന്ന അപവാദഭാവങ്ങളെയൊക്കെ സഹിക്കണമെങ്കിൽ സ്വന്തം ശ്രമം കൊണ്ട് മനസ്സിനെ നിയന്ത്രിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് വെച്ച് ഇവിടെ പറയുകയാണ്. നേരത്തെ അങ്ങ് പറഞ്ഞല്ലോ, മഹാത്മാക്കൾക്ക് പോലും ദുർജനങ്ങൾ ചെയ്യുന്ന ഉപദ്രവം സഹിക്കാൻ പറ്റണില്ല. മഹാത്മാക്കൾക്ക് പോലും ദുർജനങ്ങൾ ചെയ്യുന്ന ഉപദ്രവം സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് മനോജയം അസാധ്യമാണെന്ന് കരുതി എന്ത് ചെയ്യരുത്? പരിശ്രമിക്കാതെ ഇരിക്കരുത് എന്ന് പറയുകയാണ്. അതിനുവേണ്ടി ഞാൻ അങ്ങയോട് ഒരു ചരിത്രം പറയാം. അവന്തിഷു ദിജക്കച്ചിദാസീദാഢ്യതമശ്രയ വാർത്താ വൃത്തികദര്യസ്തു കാമീ ലുബ്ധോദികോപനഃ. അവന്തിയിലെ ഒരു ഭിക്ഷു ഉണ്ട്. അവന്തിയിലെ ഭിക്ഷു, അദ്ദേഹം ആരാണ്, അദ്ദേഹം എന്താണെന്ന് വിശദീകരിക്കുകയാണ് ഭഗവാൻ. ധനവാനായിരുന്നു അയാൾ. അദ്ദേഹം എങ്ങനെയാണ് ധനം സമ്പാദിച്ചത്? കൃഷിയിൽ കൂടി, അതേപോലെ കച്ചവടത്തിൽ കൂടിയൊക്കെ ധനം സമ്പാദിച്ചയാളായിരുന്നു. അപ്പൊ കൃഷി, കച്ചവടം എന്നിവയിൽ കൂടി ധനം സമ്പാദിച്ച ആളായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം കണ്ടതിനെയൊക്കെ ആഗ്രഹിക്കുന്നയാളായിരുന്നു. അത് എൻ്റെ സ്വന്തമാകണം, ഇതെൻ്റെ സ്വന്തമാകണം, ഇങ്ങനെ കാണുന്നതിനൊക്കെ വിശേഷമായിട്ട് തൻ്റെ സ്വന്തമാകണമെന്ന് ആഗ്രഹിക്കുന്നയാളായിരുന്നു അയാൾ. പിന്നെയോ മറ്റാർക്കും ഒന്നും കൊടുക്കാത്തയാളായിരുന്നു. എല്ലാം തൻ്റെ സ്വന്തമാകണം, പക്ഷേ അതാരും കൊണ്ടുപോകരുത്. അപ്പം കണ്ടതിനെയൊക്കെ ആഗ്രഹിക്കുന്നയാളായിരുന്നു. എന്നാൽ അത് മറ്റാർക്കും കൊടുക്കും. മറ്റാർക്കെന്ന് വെച്ചാൽ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കോ സന്താനങ്ങൾക്കോ പോലും അദ്ദേഹം കൊടുക്കാത്തവനായിരുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ആള് താൻ നേടിയെടുക്കുന്നു, എല്ലാം തൻ്റെ സ്വന്തമാകണം, മറ്റാർക്കും അത് കൊടുക്കണില്ല. അങ്ങനെ കൊടുക്കാതിരുന്നാൽ എന്താ വിഷയം എന്ന് വെച്ചാൽ, അങ്ങനെയുള്ള ആള് വസിക്കുന്ന ഗൃഹത്തെ ഭഗവാന് ഇവിടെ പറയുന്നുണ്ട് ശൂന്യാവസത, ശൂന്യഗൃഹമാണ് എന്നാണ് പറയാ. അപ്പൊ താൻ അത് അനുഭവിക്കുന്നില്ല, മറ്റൊരാളെ അനുഭവിക്കാൻ സമ്മതിക്കണില്ല. അങ്ങനെയുള്ള ആൾക്കാരെ ഭഗവാൻ പ്രയോഗിക്കുകയാണ്. ഒരു വാക്ക്, ജ്ഞാതയോധിതയസ്തസ്യ വാക്മാത്രേണ അവിനാർച്ചിത ശൂന്യാവസ്ഥ ആത്മാഭി കാലേ കാമൈരനർച്ചിത. അപ്പൊ ധർമ്മകാര്യങ്ങൾ നിർവഹിക്കാതെ വസിക്കുന്ന ആളുടെ ഗൃഹം, അത് എത്ര സമ്പത്തുള്ള ആളാകട്ടെ, എത്ര വിദ്യാഭ്യാസമുള്ള ആളാകട്ടെ, ധർമാനുഷ്ഠാനം ചെയ്യാത്ത ആളുടെ ഗൃഹം എന്ന് പറയുന്നത് ശൂന്യഗൃഹമാണ്
മാത്രമല്ല ആ ശൂന്യഗൃഹം എന്ന് മാത്രമല്ല, അങ്ങനെയുള്ള ആൾക്ക് ഒരു പേരുകൂടി ഭഗവാൻ നൽകി. അങ്ങനെയുള്ള ആള് യക്ഷവിത്തനാണ് എന്നുകൂടി പറഞ്ഞു. നമുക്കിവിടെ കാണാം, തസ്സൈവം യക്ഷവിദ്യസ്യ ചുതസ്യോ ഭയലോകത ധർമ്മകാമവിഹീനസ്യ ചുക്രുതു പഞ്ചഭാഗിനഃ. ഇപ്പൊ ധർമ്മകാര്യങ്ങൾ നടത്താതെ ഇരിക്കുന്ന ആളുടെ ഗൃഹം ശൂന്യഗൃഹമാണ്. താന് അനുഭവിക്കാതെയും അതേപോലെ മറ്റുള്ളവർക്ക് കൊടുക്കാതെയും മുതൽ സൂക്ഷിക്കുന്നയാളുടെ പേര് യക്ഷവിത്തൻ എന്ന് പേര്. താൻ അനുഭവിക്കുന്നുമില്ല എന്ന് മാത്രമല്ല, താൻ നേടിയെടുത്തത് മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ കൊടുക്കണതുമില്ല. ഇങ്ങനെയുള്ള ആൾക്ക് പേരാണ് യക്ഷവിത്തൻ എന്ന് പറയാം. അപ്പം താൻ നേടിയെടുത്തത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് ധർമ്മം നിർവഹിക്കപ്പെടുക എന്നാണ് പറയാം. താനത് അനുഭവിക്കാതെ ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കണില്ല എന്ന് വെച്ചാൽ ആഗ്രഹങ്ങൾ സാധിക്കുന്നുമില്ല, ധർമ്മം നിർവഹിക്കുന്നുമില്ല, കാമം സാധിക്കുന്നുമില്ല. ഇതാണ് അവസ്ഥ. എന്ന് മാത്രമല്ല, ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ച് ഗൃഹസ്ഥന്റെ മുതലിന് അവകാശികളായിട്ട് 5 വിഭാഗക്കാരുണ്ടെന്നാണ് പറയാം. ഗൃഹസ്ഥന്റെ മുതലിന് അവകാശികളായി 5 വിഭാഗക്കാരുണ്ട്. അതുകൊണ്ടാണ് ഒരു ഗൃഹസ്ഥൻ നിത്യം ചെയ്യേണ്ട കർമ്മം പഞ്ചമഹായജ്ഞം എന്ന് നിശ്ചയിച്ചിരിക്കണം. ഗൃഹസ്ഥന്റെ മുതലിന് 5 പേർ അവകാശികളായിട്ടുണ്ട്. 1 ദേവതമാർ, 2 ഋഷിമാർ, 3 പിതൃക്കൾ, 4 മനുഷ്യർ, 5 ഭൂതങ്ങൾ. ഇങ്ങനെ 5 പേര് ഗൃഹസ്ഥാശ്രമിയായിരിക്കുന്ന ഓരോരുത്തരുടെയും മുതലിന് അവകാശികളായിട്ടുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ, ശരീരം പ്രാരബ്ധ കർമ്മം കൊണ്ട് വന്നത് മാത്രമല്ല, ഈ ശരീരം കൊണ്ട് നിലനിൽക്കുകയും ശരീരം കൊണ്ട് നേടിയെടുക്കുകയും അഭിമാനത്തോടുകൂടി നേടിയെടുക്കുകയും ചെയ്യുമ്പോൾ ഇതിന് കാരണമായിട്ടുള്ള കുറേ പേരുണ്ട്. ഉടമസ്ഥാവകാശം അച്ഛനിലും അമ്മയിലും മാത്രം നിക്ഷിപ്തമല്ല ശരീരത്തിൻ്റെ. എൻ്റെ ശരീരത്തിൻ്റെ ഉടമസ്ഥാവകാശം അച്ഛനെയും അമ്മയ്ക്കും മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല. പിന്നീട് ആർക്കൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ മുത്തശ്ശനുണ്ട്, മുത്തശ്ശിക്കുണ്ട്. ഇനി മുതുമുത്തശ്ശനുണ്ട്, മുതുമുത്തശ്ശിക്കുണ്ട്. തീർന്നില്ല. ഈ ശരീരത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അവകാശികൾ മറ്റാരാണ്? വായു ഇതിന് അവകാശിയാണ്, ജലം ഇതിന് അവകാശിയാണ്, നമ്മൾ കഴിക്കുന്ന അന്നം ഈ ശരീരത്തിന് അവകാശിയാണ്. അതേപോലെ നമ്മുടെ ചിന്തകൾക്ക് ആധാരമായിരിക്കുന്ന ഋഷി പരമ്പര അവകാശികളാണ്. അനുഗ്രഹത്തിന് കാരണമായിരിക്കുന്ന ദേവതകൾ അവകാശികളാണ്. അതുകൊണ്ടാണ് 5 അവകാശികൾ ഗൃഹസ്ഥന്റെ മുതലിന് ഉണ്ട് എന്ന് പറയാം. അതുകൊണ്ടാണ് പഞ്ചമഹായജ്ഞം ഗൃഹസ്ഥാശ്രമിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത നിത്യകർമ്മമായിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കണം. 5 യജ്ഞങ്ങൾ നമ്മൾ എല്ലാ ദിവസവും ചെയ്യണമെന്നാണ്. ഭഗവാന് മനു സ്മൃതിയിൽ പറയുന്നുണ്ട് 5 യജ്ഞം എങ്ങനെയാണ് നിർവഹിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അധ്യാപനോ ബ്രഹ്മയജ്ഞ ഋഷിയജ്ഞസ്തു തർപ്പണം ദൈവോ ഹോമോ ബലിർഭൗതോ നൃയജ്ഞോ അതിഥി പൂജനം എന്ന് വിശേഷിപ്പിക്കുന്നു. അധ്യാപനമെന്ന ബ്രഹ്മയജ്ഞം, സ്വാധ്യായം ചെയ്യുക, പഠിക്കുക, പഠിപ്പിക്കുക, അത് ഗൃഹത്തിൽ നടക്കേണ്ട കർമ്മമാണ്. പിതൃയജ്ഞസ്തു തർപ്പണം, ജീവിച്ചിരിക്കുന്ന അച്ഛനവന്മാരെയും അവരുടെ അച്ഛനവന്മാരെയും സ്നേഹപൂർവ്വം ശുശ്രൂഷിക്കുകയും മരിച്ചവർക്ക് ശാസ്ത്രീയമായി ശ്രാദ്ധകർമ്മങ്ങൾ നടത്തുക പിതൃയജ്ഞാണ്. ദൈവോഹോമോ, എല്ലാ ഗൃഹത്തിലും എല്ലാ ദിവസവും ദീപം തെളിക്കണം, നാമജപം ഉണ്ടാകണം, മന്ത്രജപം ഉണ്ടാകണം. അതോടൊപ്പം കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ സാധിക്കണം, ദൈവയജ്ഞമാണ്. ബലിർഭൗതോ നൃയജ്ഞോ അതിഥി പൂജനം. മനുഷ്യയജ്ഞം എന്ന് പറയുന്നത് വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക. അതേപോലെ അതിഥി പൂജനം എന്ന വാക്കിന് അർത്ഥം നൽകിയിട്ടുള്ളത്, അതിഥി എന്ന് പറഞ്ഞാൽ സാമാന്യ തരത്തിൽ തിഥി നോക്കാതെ വരുന്നവരാണെങ്കിൽ ഇവിടെ തിഥിക്ക് അതീതരായവരെന്നൊരർത്ഥം കൊടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ മഹാത്മാക്കൾ, ആ മഹാത്മാക്കളെ ആദരിക്കുക. അതെന്താണ്? മനുഷ്യയജ്ഞാണ്. ഭൂതയജ്ഞം ബലിർഭൗതോ, ഭൂതയജ്ഞം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നതാണ്. വീട്ടിലെ ചെടികൾ നട്ടു വളർത്തുന്നു, വൃക്ഷങ്ങൾ നട്ടു വളർത്തുന്നു, അതിനെ പരിപാലിക്കുന്നു, പക്ഷി മൃഗാദികളെ വളർത്തുന്നു, അതിന് ഭക്ഷണം കൊടുക്കുന്നു. ഇത് എന്താന്ന് വെച്ചാൽ ഇത് ഭൂതയജ്ഞാണ്. അപ്പൊ ഈ പഞ്ചയജ്ഞം നമ്മൾ നിർവഹിക്കുമ്പോഴാണ് ഗൃഹസ്ഥന്റെ മുതല് അത് പ്രയോജനപ്പെടുക. ഇല്ലെങ്കിൽ എന്തായിത്തെന്ന് വെച്ചാൽ അധാർമികമായി തീരുമെന്നാണ്, എത്ര നേടിയെടുത്താലും. അതുകൊണ്ടാണ് ഇവിടെ അത് സ്പഷ്ടമാക്കിയിട്ടുള്ളത്.
താന് അനുഭവിക്കാതെ മറ്റുള്ളവർക്ക് കൊടുക്കാതെ മുതൽ സൂക്ഷിക്കുന്നയാൾക്ക് ഭഗവാൻ ഒരു പേര് നൽകി, യക്ഷവിത്തൻ എന്ന് പേര് നൽകി. യക്ഷവിത്തനാണ്. അപ്പൊ താൻ അനുഭവിക്കുന്നില്ല, മറ്റൊരാൾക്ക് കൊടുക്കണമില്ല. കൊടുക്കാതിരിക്കുമ്പോൾ ധർമ്മം നിർവഹിക്കപ്പെടുന്നില്ല. മാത്രമല്ല താൻ തൻ്റെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്നില്ലാത്തതുകൊണ്ട് കാമം ആഗ്രഹവും നിർവഹിക്കപ്പെടുന്നില്ലെന്നാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ചെയ്യാതെ ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ഈ ഗൃഹസ്ഥന്റെ മുതലിന് അവകാശികളായിട്ടുള്ളവർക്ക് എന്തുണ്ടാകും? ക്രോധം ഉണ്ടായിന്ന, കോപം എന്നുവെച്ചാൽ സ്വകർമ്മഫലമായിട്ട് നശിക്കുന്നു എന്ന് പറയും. ഇങ്ങനെ എന്താ സംഭവിച്ചത്? ഇവിടെ ഭാഗവത്തിൽ വീണ്ടും നമുക്ക് കാണാം. ജ്ഞാതയോ ജഗൃഹു കിഞ്ചിത് കിഞ്ചിദ്ദസ്യ ബൗദ്ധവ ദൈവത കാലത കിഞ്ചിർ ബ്രഹ്മബന്ധോർ നൃപാർത്ഥിവാത്. ഈ സമ്പത്ത് ഇങ്ങനെ കൂട്ടിവെച്ചു. സമ്പത്തിങ്ങനെ കൂട്ടിവെച്ചിട്ട് അവസാനം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, കാലം ഇങ്ങനെ കടന്നുപോയി. അപ്പോൾ എന്തായെന്ന് വെച്ചാൽ, ഈ സമ്പത്ത് ഇദ്ദേഹത്തിൻ്റെ അവകാശികൾ തന്നെ കുറേ ഭാഗം അപഹരിച്ചു. നോക്കൂ, ഭാര്യയ്ക്കും പുത്രനും സന്താനങ്ങൾക്ക് പോലും കൊടുക്കില്ല. അറിയാം, ഭാര്യയും സന്താനങ്ങളും എന്തെന്ന് വെച്ചാൽ സമ്പത്തിൻ്റെ ഒരു ഭാഗത്തെ അപഹരിച്ചു. പിന്നെയോ കള്ളന്മാർ കുറേ സമ്പത്ത് കൊണ്ടുപോയി. പിന്നെ അഗ്നിബാധ മൂലം കുറേ സമ്പത്ത് നശിച്ചു. പിന്നെ എന്താ സംഭവിച്ചത്? ഇവിടെ പറയണത് വെള്ളപ്പൊക്കം മൂലം കുറേ സമ്പത്ത് അങ്ങനെ നശിച്ചു പോയി. കാലക്രമം കൊണ്ട് നശിച്ചു പോയി കുറേ സമ്പത്ത്. വീണ്ടും പറയുന്നു, പിന്നെ കുറേ ആളുകൾ എങ്ങനെയൊക്കെയോ കബളിപ്പിച്ചത് എടുത്തുകൊണ്ട് പോയി. പിന്നെ അവസാനം എന്തായെന്ന് വെച്ചാൽ, രാജാവ് പല കാരണങ്ങൾ കൊണ്ടെന്ന് വെച്ചാൽ ഗവൺമെന്റ് നികുതിയുടെ രൂപത്തിൽ ഇത് കുറേ സമ്പത്ത് കൊണ്ടുപോയി എന്നാണ്. ഇപ്പൊ കാലക്രമേണ സമ്പത്തിങ്ങനെ കൂട്ടിവെച്ചിട്ട് കാര്യമില്ല. അത് പ്രയോജനം ചെയ്യില്ലെങ്കിൽ എന്ത് ചെയ്യില്ല, തനിക്കും മറ്റുള്ളവർക്കും അവസാനം എങ്ങനെയെങ്കിലും പോകുന്നുള്ളതാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം, നോട്ട് നിരോധനം കഴിഞ്ഞപ്പോൾ പല പ്രദേശങ്ങളിലും ചാക്കുകണക്കിന് നോട്ടുകൾ എന്ത് ചെയ്തു? പ്രത്യക്ഷപ്പെട്ടു. എന്തിനൊക്കെയായിരുന്നു? വെറുതെ കൂട്ടിവെച്ചിരിക്കണു. അവസാനം എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, ഇത് കടലാസിന്റെ വില പോലുമില്ല. ഒന്നുകിൽ അത് താൻ പ്രയോജനപ്പെടുത്തണം, മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുത്താത്ത രീതിയിൽ ഒളിച്ചു വെക്കാൻ പരിശ്രമിച്ചു എന്നാണ്. അങ്ങനെ ആരൊക്കെ പരിശ്രമിക്കുന്നുണ്ട് അവരുടെ എല്ലാ സ്ഥിതി അതാണ്. അതിന് പ്രത്യക്ഷ ഉദാഹരണമാണ്. അപ്പൊ അതുകൊണ്ട് ഈ സമ്പത്തിനെ എല്ലാം നശിച്ചപ്പോൾ എന്തായെന്ന് വെച്ചാൽ സ്വജനങ്ങൾ ഉപേക്ഷിച്ചു എന്നാണ്. എപ്പോഴാണ് നമ്മുടെ കൂടെ സാധാരണ ലോകത്തിൽ പ്രിയമുള്ളവരൊക്കെ ഉണ്ടാകുന്ന വെച്ചാൽ, നമുക്ക് ബന്ധുബലം ഒക്കെ ഇരിക്കണം എന്ന് വെച്ചാൽ, സമ്പത്തൊക്കെ കൂടെയുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? നമ്മുടെ കൂടെ എല്ലാവരും കാണുമെന്നാണ്. അപ്പൊ ഈ കൂടെയുള്ളവർക്ക്, ഭാര്യയ്ക്കും മക്കൾക്കും നീളെ ഇഷ്ടമല്ല എങ്കിൽ തന്നെയും സമ്പത്തുണ്ടല്ലോ എന്ന ഭാവത്തിൽ ഇഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു എന്നാണ്. അപ്പൊ ഇതിന് സമ്പത്തെല്ലാം നശിച്ചിട്ട് എല്ലാവരും ഉപേക്ഷിച്ചു. എല്ലാം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം എന്താ എന്ന് വെച്ചാൽ ദരിദ്രനായിട്ട് മാറി എന്നാണ്. ആ ദരിദ്രനായിട്ട് മാറിയപ്പോ അദ്ദേഹത്തെ ആരും ശ്രദ്ധിക്കണില്ല, അദ്ദേഹം എന്താണെന്ന് അന്വേഷിക്കണില്ല. ഇങ്ങനെ അദ്ദേഹം അലഞ്ഞ് നടന്നു എന്നാണ്. ഭ്രാന്തനെ പോലെ, ഒരു ഭിക്ഷാന്തേഹിയെ പോലെ നിരന്തരമായിട്ട് അദ്ദേഹം നടന്നു. അങ്ങനെ നടന്ന അദ്ദേഹത്തിൻ്റെ വിചാരത്തെ ഇവിടെ നമുക്ക് ഭാഗവത്തിൽ കാണാം. അദ്ദേഹം പറയണെന്തെന്ന് വെച്ചാൽ, അർദ്ധസ്യ സാധനേ സിദ്ധേ ഉത്കർഷേ രക്ഷണേ വയേ നാശോപഭോഗ ആയാസസ്ത്രാസശ്ചിന്താ ഭ്രമോ നൃണാം. ഈ ധനം സമ്പാദിക്കാൻ ശ്രമിക്കുമ്പോൾ 7 തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയാം. അപ്പൊ സമ്പാദിച്ച് നേടിയെടുത്തിട്ട് പ്രയോജനം ചെയ്തിട്ടില്ലാത്ത ആളുടെ വിചാരമായിട്ട് കരുതിയാൽ മതി ഇതെന്ന. സമ്പാദിച്ച് നേടിയെടുത്തിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുകയും സ്വന്തം ആഗ്രഹങ്ങൾ സാധിക്കുകയും ചെയ്യുന്ന ആളുടെ വിഷയമല്ല ഇത്. ഇദ്ദേഹം നേടിയെടുത്ത് കൂട്ടിവെച്ച ഒരാളാണ്. അപ്പൊ താൻ ഉദ്ദേശിച്ചതിലും വിപരീതമായ അനുഭവം ജീവിതത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും വിരക്തി ഉണ്ടായി. ആ വിരക്തി ഉണ്ടായിട്ട് അദ്ദേഹം പറയുകയാണ്, സമ്പാദിക്കാൻ ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യണം? അധ്വാനിക്കേണ്ടി വരുന്നു. പിന്നെയോ കൈവശമായി കഴിഞ്ഞാൽ അടുത്ത വിഷയം എന്താ? ഭയം ഉണ്ടാകുന്നു. പൊതു സ്വഭാവമാണ് ലോകത്തിന്. നമ്മൾക്കറിയാം, ധനം സമ്പാദിക്കണമെങ്കിൽ നമ്മൾ വെറുതെ ഇരുന്നാൽ പറ്റില്ല. ധനം വരട്ടെ, ഏതെങ്കിലും ആകർഷണ യന്ത്രം ധരിച്ചുകൊണ്ടിരുന്നാൽ ധനം വരില്ലല്ലോ. അങ്ങനെയാണല്ലോ നമ്മൾ എളുപ്പത്തിൽ ധനം. ഭൈരവാകർഷണ യന്ത്രം, കുബേരാകർഷണ യന്ത്രം ഇപ്പോൾ കഴുത്തെ കെട്ടിയിട്ടാൽ ഇങ്ങോട്ട് വരുമെന്നാണ്. വെറുതെ ഒരു കാര്യമില്ല. അങ്ങനെ വന്നവരൊന്നും ഇതുവരെ ആരും വന്നതായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ധനം സമ്പാദിക്കണമെങ്കിൽ ശ്രമിക്കണം. അതിനാണല്ലോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ, കരാഗ്രേ വസതേ ലക്ഷ്മി. ലക്ഷ്മി ഉണ്ടാകണം എല്ലാവരുടെ ആഗ്രഹം. പിന്നെയോ ആഗ്രഹം സാധിക്കണമെങ്കിൽ അത് കരമധ്യേ സരസ്വതി, അറിവുണ്ടായാലല്ലേ ആഗ്രഹം സാധിക്കുള്ളൂ. അറിവ് മാത്രം പോരല്ലോ,
കരമൂലേ സ്ഥിത ഗൗരി. പ്രവൃത്തിയും അറിവും കൂടി ചേരുമ്പോഴാണ് ഫലം ഉണ്ടാകുക, ഐശ്വര്യം ഉണ്ടാകുക. അപ്പോൾ ഇങ്ങനെ നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കണം, അധ്വാനം ചെയ്യേണ്ടി വരുന്നു. അത് കൈവശമായാൽ അടുത്ത വിഷയത്തിൽ വെച്ചാൽ ഭയമാണ്. ഇനി വർദ്ധിച്ചാലോ വിചാരമാണ്, അയ്യോ വർദ്ധിച്ചെടുത്ത് എന്ത് എന്നുള്ള വിചാരം ഉണ്ടാവും. തീർന്നില്ല, ഇതെങ്ങനെ പരിപാലിക്കും എന്നുള്ള പ്രയാസം ഉണ്ടാകുന്നു. ഇതെങ്ങനെയാണ് പരിപാലിക്കുക എന്നുള്ള പ്രയാസം ഉണ്ടാകുന്നു. പിന്നെയോ ചെലവ് ചെയ്യാനൊരു ഭീതിയാണ്. ചെലവ് ചെയ്യണമല്ലോ, ഇതെല്ലാം പ്രശ്നമാണ്. നേടിയാൽ പ്രശ്നം, ഉണ്ടായാൽ പ്രശ്നം, ചെലവ് ചെയ്താൽ അതിനേക്കാട്ടിൽ വലിയ പ്രശ്നം. പിന്നെയോ നശിച്ചാലോ അത്യധികം വിഷമമുണ്ടാകുന്നു. ഇനി അനുഭവിക്കുമ്പോഴോ താൻ അനുഭവിച്ചാലുള്ള വിഷയം എന്ന് വെച്ചാൽ ഇത് ചെലവാകുന്നല്ലോ എന്നുള്ള ചിന്തയുണ്ടാകുന്ന. ഇങ്ങനെ 7 തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ധനം സമ്പാദിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്നു എന്നാണ് വിഷുവിൻ്റെ വിചാരാണേ. വീണ്ടും അദ്ദേഹം പറയാണ്, സ്ഥേയം ഹിംസാധൃതം ദംഭ കാമക്രോധസ്മയോ മദഃ ഭേദോ വൈരം അവിശ്വാസ സംസ്പർദ്ധ വ്യസന നിജ. ഇനി ധനത്തിൽ അത്യാശ വന്നാൽ എന്താ ചെയ്യുക ഒരു വ്യക്തി? അതാണ് അദ്ദേഹം പറയേണ്ടത്. ധനത്തില് അത്യാശ വന്നാൽ ഒരു വ്യക്തി ചെയ്യേണ്ടത് കളവ് ചെയ്യും. പിന്നെയോ മറ്റുള്ളവരെ വേണമെങ്കിൽ ഉപദ്രവിക്കും. പിന്നെ നുണ പറയും. ധനത്തിൽ അത്യാശ വന്നാൽ അടുത്തെന്താ? വഞ്ചിക്കും. ധനത്തിലുള്ള ആശയല്ലേ, വഞ്ചിച്ചാലിപ്പോൾ എന്താ ധനം കിട്ടുന്നല്ലേ? ധനത്തിൽ ആശിച്ചാൽ വഞ്ചിക്കും. പിന്നെയോ അത്യാശ ഉണ്ടായാൽ അടുത്തെന്ന് വെച്ചാൽ അന്യന്റെ മുതലിനെ ആഗ്രഹിക്കുക, എൻ്റെത് പോരാ മറ്റതെല്ലാം കൂടെ വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. കിട്ടാതായാലോ ദേഷ്യമുണ്ടാകുമെന്ന. ഇങ്ങനെ 15 ദോഷങ്ങളുണ്ട് എന്തിന്? ഈ ധനത്തിനെന്ന്. നേടാൻ വേണ്ടിയുള്ള പരിശ്രമം, അങ്ങനെ 7 പ്രശ്നങ്ങളും. നേടിക്കഴിഞ്ഞ് വീണ്ടും ആസക്തി വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങളുമായിട്ട് 15 അനർത്ഥങ്ങൾ ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല, ഇത് ഉണ്ടെങ്കിൽ 9 ദോഷങ്ങളും കൂടി ഉണ്ടാകാമെന്നാണ് പറയാം. 9 ദോഷങ്ങളും കൂടി ഉണ്ടാകാം. ഒന്ന് ഗർവ്, എനിക്കുണ്ട് എന്നുള്ള ഗർവ്. 2 അഹങ്കാരം. കാരണം എന്താ? ധനം കൊണ്ടെല്ലാം പരിഹരിക്കാൻ സാധിക്കുന്നുള്ള അഹങ്കാരം. അഹങ്കാരത്തിന് കാരണം എന്താ? നമുക്കറിയാലോ. അഹങ്കാരത്തിന് കാരണം എൻ്റെ ശരീരം, എൻ്റെ ആരോഗ്യം, എൻ്റെ സൗന്ദര്യം, എൻ്റെ ധനം എപ്പോഴും ഇതുപോലെ തന്നെ ഇരിക്കും എന്നുള്ളത് അഹങ്കാരത്തിന് പ്രധാനപ്പെട്ട കാരണമാണ്. അപ്പോൾ അഹങ്കാരം ഉണ്ടാകുന്നു. പിന്നെയോ വിഷമം. പിന്നെ അടുത്ത മത്സരം. വീണ്ടും പറഞ്ഞു അവിശ്വാസം. എന്തിലും അവിശ്വാസം ഉണ്ട്? സ്പർദ്ധ, സ്ത്രീ സേവ, ചൂതുകളി, മദ്യപാനം. ഇങ്ങനെ എന്ത് സംഭവിക്കുന്നു? 9 ദോഷങ്ങൾ കൂടി ഉണ്ടാകുന്നു എന്നാണ്. ശ്രദ്ധിക്കണം, ഇത് സാധാരണ ലോകത്തെ സംബന്ധിച്ചല്ല, ഇങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ടാണ്. ഇത് സാധാരണ ധനം സമ്പാദിക്കുന്ന നമ്മളെപ്പോലുള്ളവർക്കാന്ന് വിചാരിച്ചാൽ അബദ്ധമാണ് കേട്ടോ. ഇത് ഇങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ടാണ്. അതാണ് ഭിക്ഷുഗീത എന്ന് പറയാം. അപ്പോ 9 ദോഷങ്ങൾ കൂടി ഉണ്ടാകുന്നു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു 9 ദോഷങ്ങൾ ഉള്ളത് കൊണ്ട് അദ്ദേഹം ഇവിടെ പറയാണ്, ഏതേ പഞ്ചദശാനർദ്ധോ ഹെർത്തമൂല മതാദൃഢാം തസ്മാൻ അനർത്ഥമർത്ഥാഖ്യം ശ്രയോർദ്ധി ദൂരതസ്തജേത്. അതുകൊണ്ട് അദ്ദേഹം പറയാണ്, ഈ 15 ദോഷങ്ങളുള്ള ഇതിൻ്റെ പേരെന്താ? അർത്ഥം എന്നാ പേര്. അർത്ഥം എന്നല്ല ഇത് പേര്, ഒരു അനർത്ഥാണെന്ന് പറയാണ് അദ്ദേഹം. അനുഭവത്തിൽ നിന്നാണ് പറയണത്. ഇതിന് അർത്ഥം നല്ല പേര് കൊടുക്കേണ്ടത് അനർത്ഥാണ്. മാത്രമല്ല ഈ അർത്ഥം നിരർത്ഥകമാണ് എന്നുകൂടി അദ്ദേഹം പറയാം. പിന്നെ അടുത്തെന്ന് വെച്ചാൽ ധനം സ്വന്തമായി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ? നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി തർക്കിക്കില്ലേ. നോക്കൂ, നമ്മൾ കാണുന്നില്ല സമാജത്തിൽ സഹോദരന്മാർ തമ്മിൽ ഭാഗം വെക്കുന്ന സമയത്ത് തർക്കം. കാരണം എന്താ? 1 സെന്റ് അല്ലെങ്കിൽ 1 സ്ക്വയർ ഫീറ്റ് കുറഞ്ഞു പോയി, കൂടുതൽ കൊടുത്തു, കുറച്ചു കൊടുത്തു. അങ്ങനെയുണ്ട്. ഈ അടുത്ത കാലത്തിലുള്ള പറഞ്ഞു, അമ്മയെ നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. എന്താ കാരണം? എനിക്ക് 20 സെന്റ് വസ്തു കൂടുതൽ അമ്മ എഴുതി തന്നു. അമ്മ വിചാരിച്ച് ആരെങ്കിലും നോക്കുമല്ലോ വിചാരിച്ചു കൊടുത്ത. അവിടെ എന്താ വെച്ചാൽ അടുത്ത് താമസിക്കുന്ന സഹോദരങ്ങളിൽ അമ്മയെ വന്ന് നോക്കും. അമ്മ സുഖമാണ്, ബാക്കിയെല്ലാം നോക്കേണ്ടതാരാ? അയാളെ നോക്കണം. 20 സെന്റ് കൂടുതൽ കൊടുത്തു. അപ്പൊ 20 സെന്റ് വസ്തു കൂടുതൽ കൊടുത്താലേ എന്തേ ഉള്ളൂ? അമ്മയെ നോക്കൂന്നായി. കാരണം എന്താ? അമ്മയും അച്ഛനോടും മക്കൾക്കുള്ളത് എന്താന്ന് വെച്ചാൽ കടമാണല്ലോ. കടവും കടമയാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. കടമ നിർവഹിക്കേണ്ടതും കടം വീട്ടേണ്ടതുമാണ്. അപ്പൊ കടമ അച്ഛനമ്മമാർക്ക് മക്കളുള്ളത് കടമയാണ്. അവരെ വളർത്തുക, വിദ്യാഭ്യാസം ചെയ്യുക, ഒരു തലവലെത്തിക്കുക. പക്ഷേ മക്കൾക്ക് അച്ഛനും അമ്മയോടുള്ളത് കടമല്ലേ? ആണല്ലോ നേരത്തെ പഞ്ചമഹായജ്ഞം പറഞ്ഞത്. അപ്പൊ കടം തനിക്കൊന്നും കിട്ടിയില്ലെങ്കിലും കൊടുക്കുക. തന്നെ ഇത്ര ആക്കിയല്ലോ. തനിക്ക് അച്ഛൻ സമ്പാദിച്ചത്, ഇനി അച്ഛൻ സമ്പാദിച്ചത് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഞാൻ സമ്പാദിച്ചല്ലോ, എന്നെ ഇത്ര ആക്കിയല്ലോ. അപ്പൊ തൻ്റെ
കടത്തിന് പകരം എന്ത് ചെയ്തു? ഈ ആശയുണ്ടാവും. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി തർക്കിക്കുന്നു എന്നാണ്, ഒരു സ്ക്വയർ ഫീറ്റിന് വേണ്ടി തർക്കിക്കുന്നു. ആ തർക്കം സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നു. അദ്ദേഹം പറയുകയാണ്, ഭിദ്യന്തേ ഭ്രാതരോദാത പിതര സുഹൃതസ്തത ഏകാ സ്നിഗ്ധ കാഗിണിന സദ്യ സർവേ രയകൃത. അപ്പൊ സഹോദരന്മാരെന്നോ പുത്രന്മാരെന്നോ അല്ലെങ്കിൽ ബന്ധുക്കളെന്നോ മക്കളെന്നോ ഒന്നും വ്യത്യാസമില്ല. ഇവരെല്ലാം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിനു വേണ്ടി തർക്കിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ഇതൊക്കെ അനുഭവത്തിൽ വന്ന അദ്ദേഹം അവസാനം അദ്ദേഹം പറയുകയാണെന്ന് വെച്ചാൽ, ഭഗവാന് എന്നോടൊരു കരുണ കാണിച്ചു. എന്താ കരുണ? നൂനമ്മേം ഭഗവാം സ്തുഷ്ട സർവദേവമയോഹരി ഏന നീതോ ദശാമേതാം നിർവേദാത്മന പ്ലവ. എൻ്റെ സർവസ്വവും ഭഗവാൻ തട്ടിയെടുത്തു, എന്നെ തെരുവിലാക്കി. എൻ്റെ സർവസ്വവും ഭഗവാൻ തട്ടിയെടുത്ത് തെരുവിലാക്കിയത് കൊണ്ട് എനിക്കൊരു ഗുണം ഉണ്ടാന്ന് വെച്ചാൽ എനിക്ക് കൃപയുണ്ടായി എന്നാണ്. എന്തിനാ പറയണമെന്ന് വെച്ചാൽ, സമാജം പലതരത്തിലുള്ളവരാണ്. അതുകൊണ്ട് നമ്മൾ പറയണം, ഒന്ന് കേട്ടറിയണം. കേട്ടറിയെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? കണ്ടറിയണം. ഒന്നുകിലെല്ലാം കേക്കറിയണം. കേട്ടറിയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പലരെയും കണ്ട് നമുക്കറിയണം. ഇല്ല, ഇത് രണ്ടും ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? കൊണ്ടറിയേണ്ടി വരും. ഈ കൊണ്ടറിയാതിരിക്കാനാണ് ഈ ശ്രമം. കൊണ്ടറിയാതിരിക്കാനാണ് ഇത് പറയണത്. ഭിക്ഷുഗീത വെച്ചിരിക്കണം എന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഭഗവാൻ നേരിട്ടാ പറയണം. ഭഗവാൻ ഉദ്ധവനോട് പല ശാസ്ത്രങ്ങളെയും ഭക്തിയോഗത്തെയും ജ്ഞാനയോഗത്തെയൊക്കെ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പറയണത് ഭഗവാൻ നേരിട്ട് ഇതിൻ്റെ അർത്ഥഭാവങ്ങളെ പറ്റി പറയാണ്. അതുകൊണ്ട് ഈ ഭിക്ഷുവിന് വിരക്തി ഉണ്ടായി എന്നാണ്. വിരക്തി ഉണ്ടായി, അനുഭവത്തിൽ നിന്ന് വിരക്തി ഉണ്ടായി. അനുഭവത്തിൽ നിന്ന് വിരക്തി ഉണ്ടായിട്ട് അദ്ദേഹം പറയാണ്, എൻ്റെ സർവസ്വവും ഭഗവാൻ തട്ടിയെടുത്ത് എന്നെ തെരുവിലാക്കി എന്നാണ്. ഒരു ഭാഗ്യമായിട്ട് അദ്ദേഹം കണ്ടു എന്നാണ്. സാധാരണ അങ്ങനെയല്ല, ആ വിരക്തി ഉണ്ടായത് മഹാഭാഗ്യമാണ്. ഒരു ഭാഗ്യമായിട്ട് അദ്ദേഹം കണ്ടിട്ട് പറഞ്ഞു, അതുവഴി എന്നില് ഭഗവാന് കൃപയുണ്ടായിരിക്കുന്നു എന്ന് പറയാൻ. എവിടെ അദ്ദേഹത്തിന് മാറ്റം വന്നതെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് മാറ്റം വന്നത് അദ്ദേഹത്തിൻ്റെ അകത്ത് മാറ്റം വന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ അകത്ത് വിശേഷമായിട്ട് അദ്ദേഹത്തിന് മാറ്റം വന്നു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഇങ്ങനെ ചിന്തിച്ച് പല സ്ഥലങ്ങൾ സഞ്ചരിച്ച് തിരിച്ച് തൻ്റെ ഗ്രാമത്തിലെത്തി. അവിടെ അതിന് സമ്പാദ്യമൊന്നുമില്ല, വീടില്ല, ഒന്നുമില്ല. പക്ഷേ ഈ താടിയൊക്കെ നീട്ടി വളർത്തി ഇങ്ങനെ നടക്കുന്ന ആളെ കണ്ടപ്പോൾ എന്തായി? മറ്റുള്ളവര് അദ്ദേഹത്തെ കല്ലെറിയാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ദണ്ടും അല്ലെങ്കിൽ ഭാണ്ഡമൊക്കെ പിടിച്ച് വാങ്ങിക്കൊണ്ടുപോയി. അദ്ദേഹം ഇങ്ങനെ കൈ നീട്ടി ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി കൊടുക്കുമ്പോൾ ഇദ്ദേഹം കൈ നീട്ടപ്പോൾ വീണ്ടും എടുത്തോണ്ട് ഓടും. അദ്ദേഹത്തിൻ്റെ മുഖത്ത് തുപ്പി. അദ്ദേഹത്തിൻ്റെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം എടുത്ത് കളഞ്ഞു. സമാജത്തിൻ്റെ അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. സമാജം ഒരാളുടെ അടിവരയിട്ട് വെച്ചാൽ അതുതന്നെയാണെന്ന വിചാരം. എന്താ, നല്ല ഗുണമുള്ള ആളാ, ഒരു കുഴപ്പമില്ല, നല്ല മര്യാദക്കാരനാണ്. പക്ഷെ അപ്പോഴും പറയും പാണ്ഡവം ഗജപോക്രിയായിരുന്നു കേട്ടോ. അങ്ങനെയല്ലേ പറയും? അന്നാമൻ സമ്മതിക്കത്തില്ല. സമൂഹത്തിന് ചില കാഴ്ചപ്പാടുണ്ട്. സമൂഹം അങ്ങനെയാണ്. അങ്ങനെ അന്ത് കഴിഞ്ഞു പോയെന്താകട്ടെ. അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഈ പീഡകളെല്ലാം ഏറ്റപ്പോഴും അദ്ദേഹത്തിന് വിഷമമുണ്ടായില്ല. അദ്ദേഹം ആ പീഡകളെല്ലാം ഏറ്റ അദ്ദേഹം എന്ത് ചെയ്യാണ്? അദ്ദേഹം ഒരു പാട്ടുപാടി. ആ പാട്ടാണ് ഭിക്ഷഗീത. ആ പാട്ടെന്താണ്? അദ്ദേഹം പറയുകയാണ്, നായം ജനോമേ സുഖദുഃഖഹേതുർ ന ദേവതാത്മാ ഗ്രഹകർമ്മകാല മനഃപരം കാരണമാമനന്തി സംസാരചക്രം പരിവർത്തയേത് യത്. എൻ്റെ ഈ ദുഃഖത്തിന് കാരണമാരാണ്? നമ്മളൊക്കെ കാരണം അന്വേഷിച്ചിരിക്കുക. നമുക്കൊരു കാരണം ഇല്ലെങ്കിൽ വിഷമാണ്. നമുക്ക് എന്തിനൊരു കാരണം ഉണ്ടാകണമെന്ന് നമ്മൾ പറയാം. അതിനെ പറയാം, അവർ കാരണം, ഇവർ കാരണം, അവൾ കാരണം, ഇവൾ കാരണം, അവൻ കാരണം, ഇവൻ കാരണം, ബന്ധു കാരണം, സുഹൃത്ത് കാരണം, ഇങ്ങനെ പറയും. കാരണം ഉണ്ടാവും. അപ്പൊ ഈ കാരണം ഇല്ലെങ്കിൽ ആകെ വിഷമാണ്. കാരണം ഉണ്ടാക്കി കിടക്കുക. ഇതിൽ പറയാറുണ്ട്, ഈ മരിക്കണമെങ്കിൽ ഒരു കാരണം വേണ്ടാൽ. ശരീരത്തിൽ ജീവൻ തന്ന ചൈതന്യം പോയണോ കാരണമുണ്ടോ? എങ്കിലും മരിക്കുമ്പോൾ ചോദിക്കും നമ്മൾ, എങ്ങനെ മരിച്ചു? ഒരു താല്പര്യം. അപ്പോൾ പറഞ്ഞു, മരിച്ചത് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. സന്തോഷമായി. ചോദിച്ചാൽ കാരണം എന്താ? ഒരു കാരണം ഉണ്ടല്ലോ. ഈ കാരണം എന്നുള്ളത് വളരെ കാരണം അന്വേഷിച്ച് അടക്കാണ്. അപ്പോൾ ഇദ്ദേഹം പറയണത്, ഇപ്പം ഞാനിതൊക്കെ ചെയ്തു ശരിയാണേ. എൻ്റെ സമ്പത്തെല്ലാം വീട്ടുകാർ മോഷ്ടിച്ചുകൊണ്ട് പോയി, മറ്റുള്ളവർ മോഷ്ടിച്ചുകൊണ്ട് പോയി, രാജാവ് പിടിച്ചെടുത്തുകൊണ്ട് പോയി.
എല്ലാം നശിച്ചു. ഇതിന് കാരണമാരാണ്? ഇതിന് കാരണമെന്ന് പറയുന്നത് ദേവതമാരാണോ? അല്ല. നമ്മൾ പറയാറില്ലേ, ഇതിനെല്ലാം കാരണം സമൂഹം ഇതിന് കാരണമാണ്. അദ്ദേഹം പറയാം സമൂഹം കാരണമല്ല. ഇനി ഈശ്വരൻ എന്നെ പ്രസാദിക്കാത്തത് കാരണമാണോ? അതുമല്ല. അമ്പലത്തിൽ പോയി ഇപ്പോഴും മഹാഭക്തരെന്ന് പറയുന്ന ആൾക്കാർ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്നവർ, എല്ലാ ദിവസവും നാമം ജീവിക്കുന്നവർ, എല്ലാ മാസവും ഗുരുവായൂരപ്പനെ തൊടുന്നവർ പോയിട്ട് പറയും, എന്നാലും എൻ്റെ ഗുരുവായൂരപ്പാ നീ എന്നെ കാണുന്നില്ലേ, നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ? അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ അത് പ്രാർത്ഥനയും ദൃഢമല്ല, ഭക്തിയും ദൃഢമല്ലെന്നേ ഉള്ളൂ. ദൃഢമായതുകൊണ്ടല്ല, ഭക്തി ദൃഢമാകാത്തതുകൊണ്ട് അങ്ങനെ പറയാനുള്ള കാരണം. അതുകൊണ്ട് പറയാണ്, എൻ്റെ ഈ വിഷമത്തിന് കാരണം എന്താണെന്ന് വെച്ചാൽ ജനമല്ല, പിന്നെയോ ദേവതമാരല്ല, പിന്നെ എന്താ മറ്റേ നമ്മൾ പറയാം ഗ്രഹങ്ങളാണെന്ന് പറയുന്നു. ഗ്രഹദോഷം സാമാന്യ സമൂഹത്തിൽ അദ്ദേഹം പറയണത് എൻ്റെ ഈ വിഷമത്തിന് കാരണം ഗ്രഹങ്ങളുമല്ല, ശനിദേശയോ ശുക്രദേശയോ ഏത് ദേശയോ ഒന്നുമല്ല. പിന്നെയോ ഇനിയും മറ്റൊരു കാരണം എന്ന് വെച്ചാൽ അവനവൻ്റെ പ്രവൃത്തിക്ക് കാരണം കർമ്മ ആകുമല്ലോ. കർമ്മത്തിൻ്റെ പ്രത്യേകം എന്താ? നല്ല കർമ്മം ചെയ്യാൻ നല്ല കർമ്മ ഫലം കിട്ടും, നല്ലതല്ലാത്ത കർമ്മം ചെയ്യാൻ നല്ലതല്ലാത്ത ഫലം കിട്ടും. അപ്പം കർമ്മങ്ങളല്ല. പിന്നെ കാലമാണോ? കാലം ശരിയല്ല കേട്ടോ, കാലം പോയി പറയല്ലേ, കലിയുഗാണേ എന്ന് പറയും. കാലമാണോ? അദ്ദേഹം പറയാം കാലവുമല്ല. പിന്നെയോ ആത്മാവാണോ? ആത്മാവല്ല. ആണ് അദ്ദേഹം പറയണത്, ന്യായം ജനോ മേ സുഖദുഃഖ ഹേതുർ ന ദേവതാത്മാ ഗ്രഹകർമ്മകാല മനഃപരം കാരണമാമനന്തി സംസാരചക്രം പരിവർത്തയേത്. എന്താ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ എൻ്റെ ദുഃഖത്തിന് കാരണം മറ്റൊന്നുമല്ല, എൻ്റെ തന്നെ മനസ്സാണ്. മനസ്സിനെ പറ്റി വളരെ വിസ്തരിച്ച് ഭഗവാൻ പല ഘട്ടത്തിലും പ്രതിപാദിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു, ഗീതോപദേശ സന്ദർഭം തന്നെ ആ മനസ്സിനെ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിശേഷമാണ്. ശബരിയൊക്കെ വളരെ വിശദമായിട്ട് അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ മനസ്സിൻ്റെ അദ്ദേഹം പറയാണ്, സ്വന്തം മനസ്സിനെ ദുഃഖകാരണം എന്താണ്? മനസ്സാണ് എന്ന് മാത്രമല്ല, വീണ്ടും അദ്ദേഹം പറഞ്ഞു, മനോവശ്യേന്നേഹഭവൻ സ്മദേവ മനസ്സനാന്യസ്യ വശം സമേതി ഭീഷ്മോ ഹി ദേവ സഹസഹീയാൻ യുഞ്ജ്യാത് വശേതം സഹിദേവ ദേവ. സ്വന്തം മനസ്സിനെ വരുതിയിൽ വെക്കാൻ സാധിക്കുന്നവൻ ആരാണ്? ദേവന്മാരുടെയും ദേവനാണ്. വലിയൊരു പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. കാരണം എൻ്റെ മനസ്സിൽ എനിക്ക് നിയന്ത്രണം ഉണ്ടോ എന്നുള്ളത് സ്വയം ചിന്തിച്ചാൽ മനസ്സിലാവും. എൻ്റെ മനസ്സ് എൻ്റെ നിയന്ത്രണത്തിലാണോ അതോ ഞാൻ മനസ്സിൻ്റെ നിയന്ത്രണത്തിലാണോ? പൊതുവെ നമ്മളെല്ലാം മനസ്സിൻ്റെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് പറയാറുണ്ട്, പോകാൻ എനിക്ക് മനസ്സില്ല, കാലില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല. കേൾക്കാൻ എനിക്ക് മനസ്സില്ല, ചെവിക്ക് ഒരു കുഴപ്പമില്ല, നല്ലോണം കേൾക്കുന്നുണ്ട്, 1.5 കിലോമീറ്റർ ഉള്ള ശബ്ദവും ഞങ്ങൾ കേൾക്കുന്നുണ്ട്. കാണാൻ എനിക്ക് മനസ്സില്ല, കണ്ണിന് കാഴ്ചശക്തിക്ക് കുഴപ്പമൊന്നുമില്ല. എടുക്കാൻ എനിക്ക് മനസ്സില്ല, കൊടുക്കാൻ എനിക്ക് മനസ്സില്ല, വാങ്ങാൻ മനസ്സില്ല. അപ്പോൾ മനസ്സാണല്ലോ പ്രധാനം. ഇനി മനസ്സാരാണ്? മനസ്സൊരു അവയവമാണോ? അതുമല്ല. മനസ്സെന്നൊരു അവയവം ഇല്ലല്ലോ. ശരീരത്തിനുള്ളിൽ ധാരാളം അവയവങ്ങളുണ്ട്, അതിൽ മനസ്സില്ല. പുറത്ത് ധാരാളം അവയവങ്ങളുണ്ട്, അതിൽ മനസ്സില്ല. അപ്പോൾ മനസ്സ് ഒരു അന്ധകരണമാണ്, സൂക്ഷ്മഭാവമാണ്. അതുകൊണ്ട് പറയാണ്, ഈ മനസ്സ് നിയന്ത്രിക്കുന്ന 10 ഘടകങ്ങളുണ്ട്. 5 ജ്ഞാനേന്ദ്രിയങ്ങളെയും 5 കർമ്മേന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നത് മനസ്സാണ്. കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക്, ഇത് ജ്ഞാനേന്ദ്രിയങ്ങൾ. ഇതിൽ കൂടി അറിയുന്നത് മനസ്സാണ്. കണ്ണിൽ കൂടി കാണുന്നതിനെ അറിയുന്നത് മനസ്സാണ്, ചെവിയിൽ കൂടി കേൾക്കുന്നതിനെ അറിയുന്നത് മനസ്സാണ്, നാവിൽ കൂടി രുചിക്കുന്നതിനെ അറിയുന്നത് മനസ്സാണ്, ത്വക്കിൽ കൂടി സ്പർശിക്കുന്നതിനെ അറിയുന്നത് മനസ്സാണ്, മൂക്കിൽ കൂടി ഗ്രാണിക്കുന്നതിനെ അറിയുന്നത് മനസ്സാണ്. ഇനി 5 കർമ്മേന്ദ്രിയങ്ങൾ നോക്കൂ. നമ്മുടെ കയ്യ്, കാല്, വാക്ക്, പായു, ഉപസ്ഥം. പോകണമെന്ന് തോന്നിക്കുന്നത് മനസ്സാ, എടുക്കണമെന്ന് തോന്നിക്കുന്ന മനസ്സാ, കൊടുക്കണമെന്ന് തോന്നിക്കുന്ന മനസ്സാ, വിസർജിക്കണമെന്ന് തോന്നിക്കുന്ന മനസ്സാണ്. അപ്പൊ എത്ര പ്രബലമാണ് മനസ്സ്! വിഷ്ണുവിൻ്റെ മനസ്സല്ല, നമ്മുടെ മനസ്സാണ്. അത്രയ്ക്ക് പ്രബലമാണ്. അതുകൊണ്ടാണ് ഈ മനസ്സാണ് സകല ദുഃഖത്തിൻ്റെയും കാരണം. ഈ മനസ്സിനെ ശാന്തമാക്കണമെങ്കിൽ എന്താ മാർഗം? പരിശുദ്ധി ആവശ്യമാണ്. മനസ്സിന് പരിശുദ്ധി ആവശ്യമാണെങ്കിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ തികച്ചും ശുദ്ധമായിരിക്കുന്ന ശരീരത്തോടും ലോകത്തോടും ബന്ധമില്ലാത്ത ചിന്തകൾ കൊണ്ട് മാത്രമേ മനസ്സിനെ ശാന്തമാക്കാൻ സാധിക്കൂ എന്നാണ്. ശരീരത്തോടും ലോകത്തോടും ബന്ധമില്ലാത്ത ചിന്തകൾ കൊണ്ട് മാത്രമേ മനസ്സിനെ ശാന്തമാക്കാൻ സാധിക്കൂ എന്നാണ്. ഇവിടെ
ശാന്തമായ മനസ്സോടെ മാത്രമേ ബ്രഹ്മത്തെയും ധ്യാനിക്കാൻ സാധിക്കൂ എന്ന് പറയുന്നു. ശാന്തോക്യ ഉപനിഷത്തിൽ പറയുന്നുണ്ട്, ബ്രഹ്മത്തെ ജലാനിധി ശാന്ത ഉപാസീത. ശാന്തമായ മനസ്സോടെ എല്ലാറ്റിനും ഉദ്ഭവസ്ഥാനമായിരിക്കുന്ന ബ്രഹ്മത്തെ ധ്യാനിക്കണമെന്നാണ്. ഇവിടെ ഭിക്ഷുവിന് വിരക്തി ഉണ്ടാകാനുള്ള കാരണത്തെപ്പറ്റി പറഞ്ഞാൽ പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ കഴിഞ്ഞ കാലം എന്തായിരുന്നാലും അതിനെ ചിന്തിച്ചിരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സ്വഭാവമാണ്. 5 വർഷം മുമ്പ് എനിക്കൊരു ദുഃഖം ഉണ്ടായി, ഇപ്പോൾ ഒരു കുഴപ്പമില്ല. 5 വർഷത്തെ ഒരു കുഴപ്പമില്ല, പക്ഷെ ആ ദുഃഖത്തെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും. 5 വർഷം മുമ്പുള്ള സുഖത്തെ ഓർക്കില്ല. അവിടെയാണ്. 5 വർഷം മുമ്പ് എനിക്കുണ്ടായ നേട്ടത്തെ ഞാൻ ഓർക്കാറില്ല. 5 വർഷം മുമ്പുണ്ടായ ദുഃഖത്തെ ഞാൻ ചെറിയ നിസ്സാര കാര്യമായിരിക്കും, പക്ഷെ അതിനെ ഇപ്പോഴും ഓർത്തിരിക്കുമെന്നാണ്. ഇവിടെ നമ്മളോട് പറയുകയാണ്, ഈ കഴിഞ്ഞ കാലത്ത് എന്തായിരിക്കട്ടെ അതിനെപ്പറ്റി ചിന്തിച്ചിരിക്കുന്നത് പൂർണ്ണമായിട്ട് നിർത്തണമെന്ന് മാത്രമല്ല, ചെയ്തത് സംഭവിച്ചു പോയി, എന്ത് ചെയ്യാൻ പറ്റും? സംഭവിച്ചു പോയി, കഴിഞ്ഞു പോയി, ഇനി എന്താ ചെയ്യാൻ പറ്റുക? പിന്നെ എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഭാവിയിൽ എന്ത് ചെയ്യാൻ പോകുന്നു ചിന്തിക്കണമെന്ന് വിവേകാനന്ദ സ്വാമി ചോദിക്കുന്നുണ്ട്, ചെളിയെ ചെളി കൊണ്ട് കഴുകിക്കളയാമോ? ചെളിയെ ചെളി കൊണ്ട് കഴുകിക്കളയാൻ പറ്റും? വീണ്ടും പറയുന്നു, പാപത്തെ പാപം അകറ്റുമോ? സ്വാമി ചോദിക്കുക, നിങ്ങൾക്ക് ചെളിയെ ചെളി കൊണ്ട് കഴുകിക്കളയാൻ പറ്റില്ല. നിങ്ങളുടെ പാപത്തെ മറ്റൊരു പാപം കൊണ്ട് അകറ്റാൻ സാധിക്കില്ല. പിന്നെയോ, എനിക്ക് ബലമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബലഹീനത ഇല്ലാതാക്കാൻ സാധിക്കുമോ? അതുമില്ല. സ്വയം അശുദ്ധനാണെന്ന് ഒരാൾ കരുതിയാൽ എങ്ങനെ ശുദ്ധനായിത്തീരും? ഞാൻ പാവിയാണെന്ന് എനിക്ക് സ്വയം ചിന്തയുണ്ടെങ്കിൽ, ഞാൻ മോശക്കാരനാണ്, ഞാൻ ദുർബലനാണെന്ന് സ്വയം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെ ഞാൻ ശുദ്ധനായിത്തീരും? അങ്ങനെ സാധിക്കില്ല. പിന്നെയോ, എല്ലാ അശുദ്ധികളുടെയും മൂലം ഛേദിക്കണമെന്നാണ്. ഇന്നത്തെ ജീവിതം നമ്മുടെ കഴിഞ്ഞ കാലത്തെ ഫലമാണെങ്കിൽ നാളത്തെ ഫലത്തെ, നമ്മുടെ ഭാവിയെ മാറ്റിമറിക്കാനും നമുക്ക് സാധിക്കുമെന്നാണ്. ഭിക്ഷുവിൻ്റെ അത് നോക്കൂ. ഭിക്ഷു പറയണത്, ഇതിങ്ങനെ പ്രശ്നങ്ങൾ എൻ്റെ മനസ്സിൻ്റെ പ്രശ്നമാണല്ലോ കാരണം. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ജീവിതം ഇന്നലത്തെ ഫലമാണെങ്കിൽ നാളുകളിൽ നമുക്ക് മാറ്റാൻ നമുക്ക് തന്നെ സാധിക്കില്ല എന്നാ ചോദിക്കുക. ഉറപ്പായിട്ട് നമുക്ക് സാധിക്കുമെന്നാണ് ഇവിടെ പറയാ. അപ്പോ എവിടെയാണ് മാറ്റം ഉണ്ടാകേണ്ടതെന്നാണ്. ഭിക്ഷുവിന് മാറ്റമുണ്ടായത് പുറത്തല്ല, അകത്താ മാറ്റം ഉണ്ടായത്. അകത്ത് മാറ്റം ഉണ്ടായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് മനപ്പരം കാരണമാമനന്തി. മനസ്സാണ് എല്ലാ വിഷയങ്ങൾക്കും കാരണമെന്ന. കാരണം വെച്ചാൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ മനസ്സിലുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കതിനെ നേരിടാൻ സാധിക്കില്ലെന്ന. ആ മനസ്സിൽ ഉണ്ടെന്ന അറിവ് ഇല്ല എങ്കിൽ നമുക്ക് നേരിടാൻ സാധിക്കില്ല. മാത്രമല്ല, മനസ്സിന്റെ സ്വഭാവം എന്താ? ചിന്ത മനസ്സിന്റെ ഒരു സ്വഭാവമാണ്. പിന്നെ സംശയം മനസ്സിന്റെ ഒരു സ്വഭാവമാണ്. അതുകൊണ്ടാണല്ലോ ഇന്ദ്രിയങ്ങളുടെ ദേവൻ എന്ന് മനസ്സിനെ പറയുന്നു. പുരാണങ്ങളെ പറ്റി പറയുമ്പോൾ ഞങ്ങളൊക്കെ പറയാറുണ്ട്, എന്താ? ദേവേന്ദ്രൻ ആണ് ആര്? ഈ മനസ്സിൽ. ഇന്ദ്രിയങ്ങളുടെ ദേവൻ, 10 ഇന്ദ്രിയങ്ങളുടെ ദേവനാണ്. കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക്, നേരത്തെ പറഞ്ഞു കയ്യ്, കാല്, വാക്ക്, പായു, ഉപസ്ഥം. 10 ഇന്ദ്രിയങ്ങളുടെ ദേവനാണ് മനസ്സ്. ഈ മനസ്സിൽ കൂടിയിട്ടാണ് ഇതെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുക. ഭാഷാപിതാവ് പറയണില്ലേ, കണ്ണായ കണ്ണു മനമാകുന്ന കണ്ണതിനു. അവിടം വരെ പോകുന്നുള്ളൂ, അതിനപ്പുറത്തേക്ക് പോകണം. കണ്ണായതിനൊരു പൊരുൾ. കണ്ണിന് കണ്ണ് മനസ്സാണ്. അപ്പൊ ഈ മനസ്സിന്റെ സ്വഭാവമാണ് സംശയം, മനസ്സിന്റെ സ്വഭാവമാണ് എന്താ? ചിന്തകൾ. ഇവിടെ ചിന്തകൾ എങ്ങനെയാ വരേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ പറയുന്നു, ആ ചിന്തകൾ നല്ലതായി മാറണം. കഴിഞ്ഞു പോയതിനെ ഓർത്ത്, അതിനെ സംഭവിച്ചതിനെ ഓർത്ത് പരിതപിച്ചു കൊണ്ടിരുന്നാൽ കാലം കടന്നു പോവുകയുള്ളൂ, നമുക്ക് മാറ്റം ഉണ്ടാകില്ല. അവളെല്ലാം അങ്ങനെയാണ്. ജീവിതത്തിൽ എങ്ങനെയാണ് പരിവർത്തനം ഉണ്ടാകുന്ന വെച്ചാൽ, ആ പരിവർത്തനത്തിന്റെ ഘടകം പോരായ്മകളെ ഓർത്തിരുന്നത് കൊണ്ടല്ല, പോരായ്മകളെ അതിക്രമിച്ചത് കൊണ്ടാണ് പരിവർത്തനം ഉണ്ടായതെന്ന് പറയുകയാണ്. അതുകൊണ്ട് ആ മനസ്സിനെ അകത്തു വേണ്ട മാറ്റം, മനസ്സിനു വേണ്ടതായിരിക്കുന്ന മാറ്റം ഉണ്ടാകണം. പതഞ്ജലി മഹർഷി യോഗസൂത്രത്തിലെ സദാചാര നിയമങ്ങൾ 2 പറയുന്നുണ്ട്. 1 യമവും 2 നിയമവും. ആ നിയമത്തില് ആദ്യം പറയുന്നു ശൗചം. ശൗചം എന്താ? പരിശുദ്ധി. എവിടെയാ പരിശുദ്ധി? ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പരിശുദ്ധി. ശരീരത്തിനും മനസ്സിനും പരിശുദ്ധി ഉണ്ടാകണം. പിന്നെയോ, ശരീരം ഈശ്വരക്ഷേത്രമാണ്, അതിനെ ശുദ്ധമാക്കി വെക്കണം.
ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, എല്ലാ ക്ഷേത്രങ്ങളും നമ്മുടെ ശരീരമാണ്. ക്ഷേത്രത്തിലെ പ്രധാന ദേവത നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മചൈതന്യമാണ്. അതിനാണ് ഏകം സദ് ഏകമേവ അദ്വിതീയം എന്ന് വേദം നമ്മുടെ മുമ്പിലേക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ഋഷി പറയുന്നു, ഈ മനസ്സിനെ ശുദ്ധമാക്കാനുള്ള മാർഗങ്ങളെ പറ്റി പറയണം. ഒന്ന്, പരിശുദ്ധി ഉണ്ടാകണം, ശരീരത്തിനും മനസ്സിനും ശുദ്ധി ഉണ്ടാകണം. ഈശ്വരക്ഷേത്രമാണ്, അതിനെ ശുദ്ധമാക്കി വെക്കണം. 2, സന്തോഷമുണ്ടാകണം. നിയമമാണ്, 5 നിയമങ്ങളാണ്: ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം. 2 സന്തോഷമുണ്ടാകണം. എന്താ സന്തോഷം? നമ്മുടെ ഭൗതിക ചുറ്റുപാടുകളിൽ നാം സംതൃപ്തരായിരിക്കണം. നമ്മുടെ ഭൗതിക ചുറ്റുപാടുകളിൽ നാം സംതൃപ്തരായിരിക്കണം. വിഷമങ്ങൾക്കെല്ലാം, നമുക്കുണ്ടാകുന്ന സകല വിഷമങ്ങൾക്കും എന്ത് ചെയ്യരുത്? അത് കാരണമാണ്, ഇത് കാരണമാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ് പരിതസ്ഥിതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന കാര്യമില്ല. വിഷമങ്ങൾക്കെല്ലാം പരിസ്ഥിതിയെ കുറ്റപ്പെടുത്തരുത്. എപ്പോഴും പിറുപിറുക്കുക, ഒരു സ്വഭാവം ഉണ്ടല്ലോ, കുറ്റം പറയുക. ഇങ്ങനെ ചെയ്യുന്നവര് അവരവരുടെ സമയവും ശക്തിയും എന്ത് ചെയ്യുകയാണ്? ദുർവ്യയം ചെയ്യുകയാണ് എന്നാണ്. അതുകൊണ്ട് സന്തോഷം നമ്മുടെ ഭൗതിക ചുറ്റുപാട്, നമ്മുടെ സാഹചര്യത്തെ അതിനെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നാ ചോദിക്കുക. അതൊരു കാര്യമില്ല. 3-എന്താ? തപസ്, ഇന്ദ്രിയ സംയമം ഉണ്ടാകണം. ഇന്ദ്രിയ സംഭവം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഇന്ദ്രിയപരമായ സുഖാനുഭവത്തിന് മുഴുവൻ വഴങ്ങിക്കൊടുക്കുന്ന ഒരാൾക്ക് ഒരിക്കലും മനഃശാന്തി കിട്ടില്ല. ഒരു കാഴ്ച, ആ കാഴ്ചയ്ക്ക് പുറകെ മാത്രം സഞ്ചരിക്കുന്ന ആൾക്ക് ഒരിക്കലും ആ കാഴ്ച സുഖം നൽകുന്നില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഇന്ദ്രിയപരമായ സുഖാനുഭവത്തിന്, സ്പർശം, ഗന്ധം, ശബ്ദം, ഏതെങ്കിലും ഒരു വിഷയമാകട്ടെ, നമ്മൾ ലോകത്തെ കാണുന്നതാകട്ടെ, രുചിക്കുന്നതാകട്ടെ, മണക്കുന്നതാകട്ടെ, അങ്ങനെയുള്ള ഇന്ദ്രിയപരമായിരിക്കുന്ന സുഖാനുഭവത്തിന് മുഴുവൻ വഴങ്ങിക്കൊടുക്കുന്ന ഒരാൾക്ക് ഇവിടെ പറയുന്നു ഒരിക്കലും എന്തുണ്ടാകില്ല? മനഃശാന്തി ഉണ്ടാകണില്ലെന്ന. ഇതൊക്കെ ഇദ്ദേഹത്തിന് സംഭവിച്ച കാര്യങ്ങളുണ്ട് അക്കൂട്ടത്തിൽ നമുക്കറിയാം. പിന്നെയോ സ്വാധ്യായം ഉണ്ടാകണം. 4-മതായിട്ട് ഋഷി പറഞ്ഞു സ്വാധ്യായം എന്ന് വെച്ചാൽ എന്താ? പുസ്തകങ്ങൾ പഠിക്കല്ല, അത് മാത്രമേ. പിന്നെ എന്താ പഠിക്കേണ്ടത്? സ്വന്തം മനസ്സിനെയും പഠിക്കണം. ഇവിടെ സ്വാധ്യായം, പതഞ്ജലി ഋഷി പറഞ്ഞു സ്വാധ്യായം ഉണ്ടാകണം. സ്വാധ്യായം സ്വന്തം മനസ്സിനെയും കൂടി പഠിക്കണം. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവനവന്റെ മനസ്സിനെ പഠിച്ചില്ലെങ്കിൽ കാര്യമുണ്ടോ? അവനവന്റെ മനസ്സിനെ പഠിക്കാത്തിടത്തോളം കാര്യം എന്തെങ്കിലും ഉണ്ടോ? ഒരു കാര്യമില്ല. 5-മതായിട്ട് പറഞ്ഞു ഈശ്വര പ്രണിധാനം. എന്താ ഈശ്വര പ്രണിധാനം? ആത്മസമർപ്പണം ചെയ്യലെന്നാണ്. ഭിക്ഷു വന്നത് ആ ഭാവത്തേക്കിലാണ്. ആത്മസമർപ്പണം ചെയ്യൽ. എന്താ ചെയ്തത്? അതിന്റെ ഫലമായിട്ട് പരിപൂർണ സമർപ്പണം. നമ്മൾ പ്രാർത്ഥിക്കേണ്ട കായേന വാച മനസ്സേന്ദ്രിയേർവാ ബുദ്ധി. അത് വാക്കിൽ മാത്രമേ ഉള്ളൂ. പലപ്പോഴും വളരെ ഘോരമായിട്ട് വേണ്ടത് കായേന, ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട്. നാരായണേതി സമർപ്പയാമി, നാരായണനെ വിളിക്കേണ്ട സർവം സമർപ്പയാമി. പക്ഷേ ഇത് പലപ്പോഴും വാക്കിൽ മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിൽ ഉണ്ടാകണില്ല. അപ്പൊ ഇവിടെ ഈശ്വര പ്രണിധാനം എന്ന് പറയുന്നത് ആത്മസമർപ്പണം, തന്നെ സമർപ്പണം ചെയ്യൽ. അതിന്റെ ഫലമായിട്ട് എന്താ ഗുണം ഉണ്ടാകുക? ഏറ്റവും സൂക്ഷ്മമായ ഒരു അശുദ്ധി നമുക്കുണ്ടെന്ന് പതഞ്ജലി ഋഷി പറയണത്. ഏറ്റവും സൂക്ഷ്മമായ ഒരു അശുദ്ധി ഉണ്ട്. എന്താ അശുദ്ധി? അഹങ്കാരം. അഹങ്കാരം എന്ന് പറയുന്ന അശുദ്ധി എന്ത് ചെയ്യും? ഇല്ലാതായി മാറും. അഹങ്കാരം എന്താ? നേരത്തെ പറഞ്ഞത് എൻ്റെ കൂടെ ഇരിക്കും. ഭിക്ഷുവിനൊക്കെ സംഭവിച്ചതല്ലേ, ഇതെൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകും, ആരും കൊണ്ടുപോയില്ല, ഞാൻ ഭാര്യയ്ക്ക് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, മക്കൾക്ക് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, മറ്റുള്ളവർക്ക് ദാനം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ഞാൻ സ്വന്തം ചെലവഴിച്ചാലും കുഴപ്പമില്ല. എന്താ? ഇതെൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ള അഹങ്കാരം. അപ്പോൾ ഈ അഹങ്കാരം എന്തെന്ന് വെച്ചാൽ ഈശ്വരനെ സമ്പൂർണമായിട്ട് ആത്മസമർപ്പണം ചെയ്യുമ്പോൾ ഏറ്റവും സൂക്ഷ്മമായിരിക്കുന്ന അശുദ്ധി ആകുന്ന അഹങ്കാരം അകലും. അഹങ്കാരം അകന്നാൽ എന്താ? അഹങ്കാരം അകലുമെന്നാണ് പറയാ. ഈ അഹങ്കാരം ഈശ്വര പ്രണിധാനം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ അഹങ്കാരമില്ലാതെയായി തീരുന്ന ആളുടെ അവസ്ഥ എന്ന് വെച്ചാല് ആത്മസംയമം ഇല്ലാത്തയാളെ സംബന്ധിച്ച് എന്താ? യോഗം അസാധ്യമാണെന്ന് കൂടി പറയുകയാണ്. അപ്പോ ഇങ്ങനെ മനസ്സിനെ പരിപൂർണമായി, തൻ്റെ മനസ്സിനെ, നമ്മുടെ മനസ്സിനെ ഭഗവതർപ്പിതമാക്കാൻ വേണ്ടിയാണ് ഈ സത്സംഗവും ശ്രവണവും എല്ലാം. മനസ്സിന്റെ പൊതു സ്വഭാവം എന്താ വെച്ചാൽ മനസ്സ് ലോകത്തിൽ ഇങ്ങനെ ഭ്രമിച്ചുകൊണ്ടിരിക്കും. എന്നാൽ മനസ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ മനസ്സ് ശരീരത്തിൽ ചൈതന്യം ഉള്ളെങ്കിലേ മനസ്സിനും പ്രയോജനമുള്ളൂ.
വളരെ ശ്രദ്ധിക്കണം. മനസ്സിനെ നമ്മുടെ നിയന്ത്രണം നിർത്താനുള്ള ഉപാധിയാണ് അവസാനം എന്താ? ആത്മസമർപ്പണം എന്ന് പറയാം. ആത്മസമർപ്പണം എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ മനസ്സിനോട് നമുക്ക് സ്വയം പറയാൻ സാധിക്കണേ, മനസ്സേ നീ സ്വതന്ത്രനല്ല. സ്വതന്ത്രനല്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നിനക്ക് എവിടെയാ നിൽക്കാൻ സാധിക്കുക? ഡെഡ് ബോഡിയിൽ നിനക്ക് നിൽക്കാൻ സാധിക്കില്ലല്ലോ. മൃതശരീരത്തിൽ കൈയുണ്ട്, കാലുണ്ട്, മൂക്കുണ്ട്, നാക്കുണ്ട്, തൊക്കുണ്ട്, കണ്ണുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ മനസ്സില്ല. കാരണം ചൈതന്യം, ഈ ആത്മചൈതന്യം ഉണ്ടെങ്കിലേ മനസ്സിനും പ്രസക്തിയുള്ളൂ. അതുകൊണ്ട് ഈ മനസ്സിനെയും ആത്മാർപ്പണം ചെയ്യാൻ സാധിക്കണമെന്ന് ആചാര്യന്മാർ പറഞ്ഞു. മന എന്ന വാക്കിനെ തിരിച്ചിട്ടാൽ എന്തായി? നമ എന്നായി. മനസ്സിനെ തിരിച്ചിട്ടാൽ നമ എന്നായി. അപ്പോൾ ഈ മനസ്സിനെ എപ്പോഴാണോ ഈശ്വരഭാവത്തിലേക്ക് നമ്മൾ പ്രവേശിപ്പിക്കണം, മനസ്സിനെ ഈശ്വരഭാവത്തിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള മാർഗമാണ് നാരദ മഹർഷി നമുക്ക് നൽകിയത്. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, അവസാന ആത്മനിവേദനം. സാമാന്യ സമൂഹമായ നമുക്കുള്ളതാണ്. പക്ഷെ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇദ്ദേഹം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം അനുഭവത്തിൽ നിന്നാണ് പഠിച്ചത്. അപ്പോൾ നമ്മൾ ധനം സമ്പാദിച്ചുള്ളൂ, സുഖഭോഗങ്ങളിൽ ജീവിച്ചുള്ളൂ, ഒന്നും വേണ്ടെന്ന് പറയണില്ല ശാസ്ത്രം ഇവിടെ. പക്ഷേ അത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളായി തീരരുതെന്നാണ് പറയുക. അസ്വസ്ഥരാകരുത് നമ്മളൊന്നും എന്നാണ് പറയുക. ഇവിടെ എന്ത് ചെയ്തു? അദ്ദേഹം തൻ്റെ മനസ്സാണ് ഇതിന് കാരണം, മനസ്സാണ് സകല ഭ്രമത്തിനും കാരണം. സങ്കല്പ വികല്പങ്ങൾ എവിടെയാണ്? മനസ്സിനാണ് ഉണ്ടാകുക. അല്ലാതെ എൻ്റെ തലയെ വരെ അല്ല, ഗ്രഹദോഷമല്ല, മറ്റുള്ളവരല്ല, ഇനി എന്നിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുള്ളവരല്ല, ടാക്സ് പിടിച്ച ഭരണാധികാരിയല്ല, ഇവരൊന്നുമല്ല. പിന്നെയോ ഇത് മനസ്സാണ് കാരണം. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ആ മനസ്സിനെ പരിപൂർണമായിട്ട് ഭഗവതർപ്പിതമാക്കിയപ്പോൾ ഹാപ്പിയായി അദ്ദേഹം ആത്മാരാമനായി സഞ്ചരിച്ചു എന്നാണ്. വളരെ സന്തോഷവാനായി, ആത്മാരാമനായി വളരെ സന്തോഷവാൻ അദ്ദേഹം സഞ്ചരിച്ചു. ആ സഞ്ചരിച്ചു എന്ന് മാത്രമല്ല, ലോകം നോക്കൂ, അവനവന്റെ സന്തോഷം അവനവന്റെ സൃഷ്ടിയാണെന്ന് പറയും. ലോകം പലതും പറയും. ലോകത്തിന് നമുക്കുണ്ടായ ആന്തരിക മാറ്റം അറിയാൻ സാധിക്കില്ല. ലോകം പുറമേക്കുള്ള മാറ്റമല്ലേ കാണുള്ളൂ. ലോകത്തിന് എന്താ കാണും? ലോകം സമാജം പറയണത് പുറമേക്കുള്ള മാറ്റം. ഒരാളുടെ ആന്തരിക മാറ്റം ആർക്കും അറിയാൻ സാധിക്കും? അത് അവനവന് മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ, ഈശ്വരന് മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ എന്നാണ്. അതുകൊണ്ട് ഈ ഭിക്ഷുഗീത ഉപദേശിച്ച് ഭഗവാൻ പറഞ്ഞു, ആ ഭിക്ഷു ആനന്ദമഗ്നനായി സഞ്ചരിച്ചു. എന്തുകൊണ്ടാ? ഭഗവാനിലേക്ക് സമർപ്പണം ചെയ്തുകൊണ്ട്, തൻ്റെ മനസ്സിനെയും ഭഗവത് സമർപ്പണം ചെയ്തുകൊണ്ട് ആനന്ദഭക്തനായി സഞ്ചരിച്ചു എന്നാണ്. എന്നിട്ട് ഭഗവാൻ പറയാണ്, ഭഗവാൻ ഉദ്ധവനോട് പറയാണ്, യ ഏതാം ഭിക്ഷുണാഗീതം ബ്രഹ്മനിഷ്ഠാം സമാഹിതഃ ധാരയൻ ശ്രാവയൻ ശൃണ്ണൻ ദ്വന്ദ്വേർ നൈവാഭിഭൂയതേ. ഈ ഭിക്ഷുഗീത കേട്ടതുകൊണ്ടെന്താണ് ഫലം? ഭിക്ഷുഗീത കേട്ടതുകൊണ്ടെന്താണ് ഫലം? മനസ്സിനെ നിയന്ത്രിക്കാൻ ശക്തിയില്ലാത്തവരാണെങ്കിലും, ഭൂരിപക്ഷം പേരും സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ ശക്തിയില്ലാത്തവരാണെന്ന് ഭഗവാൻ നന്നായി അറിയാലോ. ഭഗവാന്റെ സൃഷ്ടിയല്ലേ നമ്മളല്ല. അപ്പൊ ലോകത്തിലുള്ളവരെ മനസ്സിനെ നിയന്ത്രിക്കാൻ ശക്തിയില്ലാത്തവരാണെങ്കിലും ഇതിനെ ശ്രദ്ധയോടെ കേൾക്കുകയും പിന്നെയോ ശ്രദ്ധയോടെ കേൾപ്പിക്കുകയും ബ്രഹ്മത്തിൽ, ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താ? ഭാഗവതം പറയണില്ലേ, ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ. ഈ ഭഗവാൻ തന്നെയാണ് ആര്? ബ്രഹ്മം. ഭാഗവതത്തിൽ സ്പഷ്ടമാക്കണ്ടല്ലോ, ബ്രഹ്മം എന്ന് പറയുന്നത് വ്യത്യസ്തമല്ല. എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെ ഋഷിമാർ ബ്രഹ്മമെന്ന് പറഞ്ഞു. അതിനെ ഉപാസിക്കുന്ന ഉപാസകന്മാർ അതിനെ പരമാത്മാവെന്ന് പറഞ്ഞു. അതിനെ ഭജിക്കുന്ന ഭക്തരായ നമ്മൾ അതിനെ ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി എന്ന് വിശേഷിപ്പിക്കുന്നു. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ. അപ്പോ മനോനിഗ്രഹത്തിന് മനസ്സിനെ നിയന്ത്രിക്കാൻ ശക്തിയില്ലാത്തവരാണെങ്കിലും ശ്രദ്ധയോടുകൂടി ഇതിനെ കേൾക്കുകയും കേൾപ്പിക്കുകയും പിന്നെയോ നിത്യവസ്തുവിൽ ബ്രഹ്മത്തിൽ അവനവന്റെ മനസ്സിനെ ഉറപ്പിക്കുകയും ചെയ്താലുള്ള ഗുണം ഭഗവാൻ പറയണത് എന്തെന്ന് വെച്ചാൽ, ഭഗവാൻ പറയാണ്, ദ്വന്ദ്വേർ നൈവാഭിഭൂയതേ. എന്താ ദ്വന്ദ്വേർ നൈവാഭിഭൂയത എന്ന് വെച്ചാൽ സുഖാദി ദ്വന്ദ്ങ്ങളെ സഹിക്കാൻ സാധിക്കുമെന്ന്. സുഖവും ദുഃഖത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ മലയാള ഭാഗവതത്തിൽ പറയുന്നുണ്ട്, സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമമിഹ നാരായണ ചെയ്യാം. കഴിഞ്ഞുപോയ രണ്ടും ഒന്നുപോലെ ഉള്ളൂ, അനുഭവത്തിലില്ല, ഓർമ്മയിൽ മാത്രമേ ഉള്ളൂ എല്ലാം എന്നാണ്.
പക്ഷേ ഇതിനെ പ്രശ്നം വെച്ചാൽ ഈ ദുഃഖത്തെ ഓർമ്മയിൽ നിർത്തും, സുഖത്തെ ഓർമ്മയിൽ നിർത്തില്ല. അതാണ് ഒരു പ്രശ്നം എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് ഇത് കേൾക്കുന്നയാൾക്ക് അതിനെ ഭഗവാന് ഇത് കേട്ടത് കൊണ്ട് എന്താ ഉണ്ടാകുമെന്ന് വെച്ചാൽ ഭഗവാനിലേക്ക് തൻ്റെ മനസ്സിനെ ഉറപ്പിച്ചാൽ സകല ദ്വന്ദ്ങ്ങളിൽ നിന്നും മോചിതരായിത്തീരുമെന്ന് പറയുകയാണ്. നാരായണ പദാംഭോജം നേരായി നിത്യം നിനയ്ക്കുകിൽ പേരാനന്ദത്തിലാഴാം സംസാരാർത്തിയുമകന്നുപോം പക്ഷിവാഹന ഭക്താഢ്യ ഭിക്ഷുവാൻ ഗീതവാം മധു ആസ്വദിക്കുവിനെല്ലാവരും ശാശ്വതാനന്ദമാർന്നിടാം. ഭിക്ഷുഗീത ഭഗവാൻ വിശേഷമായിട്ട് ഉദ്ധവൻ ഉപദേശിച്ചു. മനോജയത്തിന് ഉപാധി എന്താണെന്നുകൂടി ഉപദേശിച്ചു. ആ വിഷയത്തെ ഇവിടെ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ആനന്ദമൂർത്തിയായ ഭഗവാന്റെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ പ്രകൃതിർ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.